കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നത് വെറുതെ പറയുന്നതല്ല, അനുഭവം കൊണ്ട് തന്നെ പറയുന്നതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂരുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്, ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. എല്ലാ വർഷവും 1,20,000 രൂപ ഫീസ് കെട്ടിയിട്ടാണ് പഠിച്ചത്. സോ എല്ലാ വർഷവും 1,20,000 രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിന് താങ്ങാവുന്ന പൈസയല്ല. സോ ഞാനൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. ആ എഡ്യൂക്കേഷൻ ലോണിൽ എല്ലാ വർഷവും എനിക്ക് 1 ലക്ഷമാണ് തരിക. അപ്പോൾ ബാക്കിയുള്ള 20,000 രൂപ എൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വേണം തരാൻ. സെമിസ്റ്റർ എക്സാംസ് വരുമ്പോഴേക്കും ഈ പറയുന്ന പൈസ അടച്ചിരിക്കണം. സോ അത് എല്ലാ തവണയും ഞങ്ങളെ കൊണ്ട് കൂടുന്ന പരിപാടി ആയിരുന്നില്ല. കാരണം അച്ഛന് ലോട്ടറി കച്ചവടമായിരുന്നു, അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് ഇത്രയും വലിയൊരു പൈസ 20,000 എന്ന് വെച്ചാൽ ആ സമയത്ത് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു. അതായത് കോളേജ് ഫീസ് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് എക്സാമിൻ്റെ സെമിസ്റ്റർ എക്സാം സമയത്ത് ഹാൾ ടിക്കറ്റ് നമുക്ക് തരില്ല. എന്താ പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഡീൻ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. സോ ആളുടെ കയ്യിലായിരിക്കും ഹാൾ ടിക്കറ്റ് ഉണ്ടാവുക. സോ എക്സാമിന് ഇപ്പോൾ 10 മണിക്കാണ് എക്സാം എന്ന് വെച്ചാൽ ഞാനൊരു 9:30 മുതൽ ക്യൂ നിൽക്കുമായിരിക്കും ഡീൻ്റെ മുന്നിൽ. ആള് നമ്മളെ കാണാൻ കൂട്ടാക്കുന്നത് തന്നെ 10 മണിക്കായിരിക്കും. അഥവാ എക്സാമിന് ബെല്ലടിക്കുന്ന ടൈമിലായിരിക്കും എനിക്ക് അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുക. അയാളുടെ അടുത്ത് പറയണം, എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറയണം. അച്ഛന് വയ്യ, ഇതുകൊണ്ടാണ് പൈസ തരാൻ പറ്റാത്തത്, ഇതുകൊണ്ടാണ് എനിക്ക് ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യണം. പല എക്സാംസും ഞാൻ ആളെ കൺവിൻസ് ചെയ്യുമ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ട് 10:15 ആയിട്ടുണ്ടാവും. ഈ 10:15 എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുക. ആ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ നോക്കിയിട്ട് വേണം ക്ലാസ് റൂംസ് തേടി പോകാൻ. ക്ലാസ് റൂംസ് ഇത്രയും വലിയ കോളേജിൽ ഏത് ബ്ലോക്കിലാണെന്നും ഏത് ക്ലാസ്സിലാണ് എൻ്റെ പരീക്ഷ എന്ന് നോക്കിയിട്ട് വേണം ഞാൻ പോയി പരീക്ഷ എഴുതാൻ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 10 മണിയുടെ പരീക്ഷ പലപ്പോഴും ഞാൻ എഴുതിയത് 10:30, 10:20 സംഭവിച്ച കാര്യമാണ്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. വീട്ടിലുള്ള കടവും ആ ഒരു കഷ്ടപ്പാടും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. അത് കിട്ടിയവനാണ് ഞാൻ.